അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ശക്തമായ പനിയും ചൂടും മാറാനും അതുപോലെ ജയിൽ മോചനം കിട്ടാൻ, ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ മാറാൻ, സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാരങ്ങളാണെന്ന് പറയുന്നത്. അതുപോലെ ജിന്നിൽ നിന്നും ശൈത്താനിൽ നിന്നൊക്കെ കാവല് കിട്ടാൻ, അസുഖങ്ങൾ മാറാൻ, ബുദ്ധിമുട്ടുകൾ മാറാൻ, സുഖപ്രസവത്തിന്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പൂർണ്ണമായും കേൾക്കണം. ആവശ്യമുള്ളവരൊക്കെ അത് ഉപയോഗിക്കുക, ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകളും ആ സൂറത്തുകളിലെ ചില ആയത്തുകളുടെയും ഒക്കെ പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇൻഫിത്താർ 82-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് അധികമായി ഓതിയാൽ ജയിൽ മോചിതനാകും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അപ്പം ജയിൽ മോചിതനാകാൻ ജയിലിൽ കിടക്കുന്നവർക്ക് ഓതാം, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നവരുടെ കുടുംബക്കാർക്ക് വീട്ടിലിരുന്നും ഓതി ദ്വാരക്കാം ജയിൽ മോചിതനാകാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ടി ഉപകരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇൻഫിത്താർ. ധാരാളമായി ഓതി ദ്വാരക്കാൻ മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശക്തമായ ചൂടും പനിയും ഒക്കെ ബാധിച്ചവർക്ക് സൂറത്തുൽ ഇൻഫിത്താർ എഴുതിയിട്ട് വെള്ളം കൊണ്ട് മായ്ച്ച് കുടിക്കാൻ കൊടുത്താൽ അവരുടെ ചൂടും പനിയും മാറുന്നതാണ്. പിഞ്ഞാണം എഴുതി കൊടുക്കാനാണത്. ഇതൊക്കെ അറിയുന്നവരെ കൊണ്ട് ചെയ്യിക്കണം. അതുപോലെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുത്തഫിഫീൻ, അടുത്ത സൂറത്ത് ഇൻഫിത്താർ കഴിഞ്ഞാൽ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ മുത്തഫിഫീൻ. 83-ാമത്തെ സൂറത്താണ്. ഈ സൂറത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ സൂറത്ത് ഓതിയിട്ട് ദുആരെന്നാൽ നമുക്ക് ശാന്തി സമാധാനം കിട്ടുന്നതാണ്. വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ സൂറത്തുൽ മുത്തഫിഫീൻ, സൂറത്തുൽ ഇൻഫിത്താറല്ല, സൂറത്തുൽ മുത്തഫിഫീൻ പാരായണം ചെയ്യുക, എന്നിട്ട് ദുആരക്കുക. അപ്പോൾ അതിന് പരിഹാരം കിട്ടുന്നതാണ്, ആ വിഷമങ്ങളൊക്കെ മാറുന്നതാണ്. തൊട്ടടുത്ത സൂറത്ത് 84-ാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഇൻഷിഖാഖാണ്. സൂറത്തുൽ ഇൻഷിഖാഖ് ഇത് മക്കളില്ലാത്തവർക്ക് അത് എഴുതി അവർ ശരീരത്തിൽ ചുമന്നാൽ, കൂടിനകത്താക്കി നമ്മൾ ശരീരത്തിൽ ചുമന്നാൽ അവർക്ക് മക്കളുണ്ടാകുന്നതാണ്. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ, സഹോദരി സഹോദരന്മാരൊക്കെ മക്കളില്ലാതെ വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. അവരെന്ത് ചെയ്യുക? അറിയുന്നവരെ കൊണ്ട് സൂറത്തുൽ ഇൻഷിഖാഖ് എഴുതിക്കുക, കൂടിനകത്താക്കി ശരീരത്തിൽ ധരിച്ചാൽ, ആണും പെണ്ണും ധരിക്കണം, ഭാര്യയും ഭർത്താവും ധരിക്കണം. അങ്ങനെ ചെയ്താൽ അവർക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഇൻഷിഖാഖ് വിഷജന്തുക്കളിൽ നിന്ന് രക്ഷയ്ക്ക് ഉപയോഗിക്കാം എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇതിനെ എഴുതി, ഈ സൂറത്തുൽ ഇൻഷിഖാഖിനെ എഴുതിയിട്ട് ശരീരത്തിൽ അണിയുന്നവർ അവർക്ക് ഒരു വിഷജന്തുക്കളും അവരെ സമീപിക്കുകയില്ല. അപ്പോൾ അണിഞ്ഞാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ ഉപകരിക്കും. അതുപോലെ ഇത് എഴുതിയിട്ട് ശരീരത്തിൽ ധരിച്ചാൽ ഒരൊറ്റ വിഷജീവികളും വിഷജന്തുക്കളും അവരെ ഉപദ്രവിക്കുകയില്ല, അവരുടെ സമീപത്തോട്ട് പോലും വരികയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഇൻഷിഖാഖ് ഈ സൂറത്തിലെ ആദ്യത്തെ 4 ആയത്തുകൾ എഴുതി പിഞ്ഞാണം എഴുതിയിട്ട് കുടിക്കാൻ കൊടുത്താൽ സുഖപ്രസവം ലഭിക്കുന്നതാണ്. ഗർഭിണികളായ സഹോദരങ്ങൾക്ക് പ്രസവത്തിന് സമയമാകുമ്പോൾ സൂറത്തുൽ ഇൻഷിഖാഖിലെ ആദ്യത്തെ 4 ആയത്തുകൾ പിഞ്ഞാണം എഴുതി മായ്ച്ച് നമ്മളെന്ത് ചെയ്യുക? കുപ്പിയിലാക്കി വെച്ചിരിക്കണം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ ഏകദേശം 9 മാസവും കഴിഞ്ഞ് 9 മാസവും ഒരു 10 ദിവസമൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് ഹോസ്പിറ്റൽ ഡോക്ടർ ഡേറ്റ് തരും. ആ ഡേറ്റിൻ്റെ 2 ദിവസം മുമ്പേ ഈ ആയത്ത് സൂറത്തുൽ ഇൻഷിഖാഖിലെ ആദ്യത്തെ 4 ആയത്തുകൾ പിഞ്ഞാണം എഴുതി വെള്ളം കൊണ്ട് മായ്ച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എടുത്തുകൊണ്ട് പോവുക. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ആ തണുപ്പ് മാറിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മളത് കുടിക്കുക. കുടിച്ചു കഴിയുമ്പോൾ അവർക്ക് നല്ല സുഖപ്രസവം ലഭിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അടുത്ത സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. 85-ാമത്തെ സൂറത്താണ്. പരിശുദ്ധ ഖുർആനിലെ 85-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ബുറൂജ്. ഇത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സൂറത്തുൽ ബുറൂജ് പാരായണം ചെയ്തിട്ട് കിടന്നാൽ ആ കിടത്തത്തിൽ നമുക്ക് യാതൊരുവിധ പ്രയാസവും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല.
ആ കിടത്തത്തിൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെ സമീപിക്കുകയില്ല, ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുമ്പ് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ പ്രസവിച്ച സ്ത്രീകൾക്ക് മുലപ്പാലില്ലെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ മുലപ്പാലില്ലെങ്കിൽ ഈ സൂറത്തുൽ ബുറൂജ് എഴുതി അവർ കൂടിലാക്കി ധരിച്ചാൽ, ശരീരത്തിൽ ധരിച്ചാൽ അവർക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതാണ്, കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാനുണ്ടാകും. അടുത്ത സൂറത്താണ് സൂറത്തു ത്വാരിഖ്, 86-ാമത്തെ സൂറത്താണ്. സൂറത്തു ത്വാരിഖ് 86-ാമത്തെ സൂറത്ത്. ഈ സൂറത്തിനെ പതിവാക്കിയവന് ജിന്നിൻ്റെയും ഷൈത്താൻ്റെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. സൂറത്തു ത്വാരിഖ് പതിവാക്കിയാൽ ജിന്നിൻ്റെയും ഷൈത്താൻ്റെയും എല്ലാവിധ ഷർറിൽ നിന്നും അവന് രക്ഷ കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കി മാത്രം പറയുകയാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഈ സൂറത്തു ത്വാരിഖ് വെള്ളിയാഴ്ച ഒരാൾ എഴുതി കെട്ടിയാൽ, വെള്ളിയാഴ്ച വേണം എഴുതാൻ, അങ്ങനെ വെള്ളിയാഴ്ച എഴുതിയിട്ട് ശരീരത്തിൽ ധരിച്ചാൽ എല്ലാ ആപത്തിൽ നിന്നും അവന് രക്ഷ കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്ത സൂറത്താണ് സൂറത്തുൽ അഅ്ല, 87-ാമത്തെ സൂറത്താണ് സൂറത്തുൽ അഅ്ല. എല്ലാ നന്മകളും സന്തോഷങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടി സൂറത്തുൽ അഅ്ല പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഅ്ല പാരായണം ചെയ്തു ആരെന്നാൽ എല്ലാ നന്മകളും നമുക്ക് വരുന്നതാണ്, എല്ലാ സന്തോഷങ്ങളും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ അഅ്ല, ഈ സൂറത്ത് ജിന്ന് പോലുള്ളവരുടെ ശല്യം നിന്ന്, ജിന്ന് പല സൈസ് ജിന്നുകളുണ്ട്, നല്ല ജിന്നുണ്ട്, മോശമായ ജിന്നുകളുണ്ട്. മോശമായ ജിന്ന് നമ്മളെ ശല്യപ്പെടുത്തും. അപ്പോൾ അങ്ങനെയുള്ള ജിന്നുകളുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് കാവലാണ് സൂറത്തുൽ അഅ്ല, അത് പാരായണം ചെയ്യുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അഅ്ല കഴിഞ്ഞാൽ 88-ാമത്തെ സൂറത്ത് ഏതാണ്? സൂറത്തുൽ ഗാശിയ. ഭക്ഷണ സാധനങ്ങളിലെ എല്ലാ ദോഷങ്ങളും മാറാൻ വേണ്ടി സൂറത്തുൽ ഗാശിയ പാരായണം ചെയ്യുക. ഭക്ഷണ സാധനങ്ങളിൽ ഇതിനെ ഓതിയാൽ അതിൽ നിന്നുള്ള എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടും. ആ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ പിന്നെ അവനക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല. ആ ഭക്ഷണത്തിൽ നിന്ന് അവന് ഒരു പ്രയാസം ഉണ്ടാവില്ല, ഒരു ഷുഗറും ഉണ്ടാവില്ല, ഒരു കൊളസ്ട്രോളും ഉണ്ടാവില്ല, ഒരു പ്രഷറും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സൂറത്തുൽ ഗാശിയ ഓതിയിട്ട് ഭക്ഷണത്തിലേക്ക് നമ്മൾ മന്ത്രിച്ചൂതിയിട്ട് ആ ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണം കാരണമായി ഒരസുഖവും വരില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അടുത്ത സൂറത്താണ് സൂറത്തുൽ ഫജ്ർ, 89-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. ഈ സൂറത്തിനെ 70 പ്രാവശ്യം ഓതിയാൽ എല്ലാ അസുഖങ്ങളിലും ശിഫയാകുന്നതാണ്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മാറുന്നതാണ്. അപ്പോൾ എല്ലാ അസുഖങ്ങളും മാറാൻ വേണ്ടി സൂറത്തുൽ ഫജ്ർ 70 പ്രാവശ്യം ഓതിയിട്ട് 70 പ്രാവശ്യം ഓതി മന്ത്രിച്ചൂതുക. 70 പ്രാവശ്യം, ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഇഷ്ഫി എന്ന് മന്ത്രിച്ചൂതണം. അങ്ങനെ 70 പ്രാവശ്യം ഓതി മന്ത്രിച്ചൂതിയാൽ എല്ലാ രോഗങ്ങളും ശിഫയാകും. സ്വന്തമായിട്ടും മന്ത്രിച്ചൂതാം, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓതി രോഗികൾക്ക് മന്ത്രിച്ചും കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ സന്താനങ്ങൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകണം, അല്ലാത്ത സന്താനങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. മക്കളില്ലാതെ വിഷമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് മക്കളുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ സ്വാലിഹായ സന്താനത്തെ വേണം റബ്ബിനോട് ചോദിക്കാൻ. അള്ളാഹു എനിക്ക് മക്കളെ തരണേ എന്ന് ചോദിക്കരുത്. സ്വാലിഹായ സന്താനത്തെ തരണേ അല്ലാ എന്ന് ചോദിക്കണം. എങ്കിലല്ലേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ഉണ്ടാവുകയുള്ളൂ. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ ഉണ്ടാകാൻ നമ്മൾ ചെയ്യേണ്ട ഒരു അമലെന്താണ്? ഈ സൂറത്തുൽ ഫജ്ർ ഉണ്ടല്ലോ, ഈ സൂറത്തിനെ നമ്മൾ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പായിട്ട് ഓതണം. ഉദുവെടുത്ത് ഈ സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യുക. സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്ത് ദുആ ഇറക്കുക. അതിനുശേഷം മക്കളെ ആഗ്രഹിച്ചുകൊണ്ട് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതിലൂടെ ജനിക്കുന്ന കുഞ്ഞ് സ്വാലിഹായ സന്താനമായിരിക്കും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും സ്വാലിഹായ സന്താനമായിരിക്കും. അപ്പോൾ വിവാഹം കഴിക്കാൻ പോകുന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കണം. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉദ്ദേശിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ആവശ്യം വരും. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്യണം ആദ്യം, എന്നിട്ട് ദുആ ഇറക്കുക, എന്നിട്ടേ നിങ്ങൾ കിടപ്പറയിലേക്ക് പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമെല്ലാം സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.
അത് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അത് കാരണമായി അള്ളാഹു വിജയം നൽകുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്, എൻ്റെ ഓരോ ക്ലാസ്സുകളും നിങ്ങൾ കേട്ട് മനസ്സിലാക്കുക. പല ക്ലാസ്സുകളാണ്, ചിലപ്പോൾ നമ്മൾ മസ്അലകൾ പറയും, ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില ദിക്റുകൾ, ഖുർആൻ ആയത്തുകളൊക്കെ പറയും, ചിലപ്പോൾ നമ്മൾ പ്രസംഗം വഅദ് പറയും. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇൽമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇൽമാണെന്ന് മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ നഈമി വിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് സബ്സ്ക്രൈബ് ചെയ്യണം. അത് സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ ദിവസവും വരുന്ന ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്ഥിരമായി ഞങ്ങൾ കേൾക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ബറക്കത്ത് നൽകുമാറാകട്ടെ. നിങ്ങൾ കേട്ടതിന് ശേഷം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും എല്ലാവരെയും അറിയിക്കുകയാണ്. പിന്നെ അൽഹംദുലില്ലാഹ് എന്ന് കമൻറ്റ് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ കേട്ടു എന്ന് ഒരു സന്തോഷത്തിന് വേണ്ടിയാണ്. ആ കേട്ട സന്തോഷം കാണുമ്പോൾ എനിക്കറിയാമല്ലോ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചവർ കേട്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്നൊരു കമൻറ്റ് നിങ്ങൾ എഴുതി അയക്കാനും മറന്നു പോകരുത്. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ നമ്മുടെ നഈമി വിഷൻ ചാനലിലൂടെ ജീലാനി മജ്ലിസ് എന്ന പേരിൽ ഒരു ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. ജീലാനി മജ്ലിസ് എന്ന പേരിൽ ലൈവ് ആരംഭിക്കും. ഇൻഷാ അല്ലാഹ് ദിവസവും ഒക്കെ നമ്മൾ പറയും, അതിൻ്റെ സമയമൊക്കെ നമ്മൾ പറയും. എല്ലാ ദിവസവും വേണം, അതിൻ്റെ സമയം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനലിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ജീലാനി മജ്ലിസ് എന്ന പേരിൽ നമ്മുടെ നഈമി വിഷൻ എന്ന ചാനലിന് ജീലാനി മജ്ലിസ് എന്ന പേരിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും ഇൻഷാ അല്ലാഹ്. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകണം. അപ്പോൾ ആ ഗ്രൂപ്പിലൂടെ നമ്മുടെ ലൈവിൻ്റെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ അയക്കുന്ന ഓരോ ക്ലാസ്സുകളുടെ ലിങ്ക് ആണെങ്കിലും അതുപോലെ ഉപദേശ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് മസ്അല ചോദിക്കാനുള്ള അവസരങ്ങളും എല്ലാം അതിനകത്തുണ്ടാകും. അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകണം. ഈ എൻ്റെ ഇപ്പോൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണുന്ന ആ നമ്പറിലല്ല വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുക, വേറെ ഒരു നമ്പറിലായിരിക്കും വാട്സാപ്പ് ഗ്രൂപ്പ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിലേക്ക് എല്ലാവരും അംഗമാകണമെന്ന് ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ പിന്നീട് അറിയിക്കും. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആ ഗ്രൂപ്പ് വന്നു കഴിയുമ്പോൾ ആ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദുആരക്കാൻ വേണ്ടി ആവശ്യങ്ങൾ പറഞ്ഞയക്കാം. അത് നമുക്ക് ഈ മജ്ലിസിലും ലൈവ് മജ്ലിസിലും ഈ ക്ലാസിൻ്റെ മജ്ലിസിലും ഒക്കെ നമുക്ക് ദുആരക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളുടെ ലിങ്ക് അപ്പോൾ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ വരും. പെട്ടെന്ന് തന്നെ ആ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. പിന്നീട് തൽക്കാലം സമയമില്ലെങ്കിൽ പിന്നീടായാലും ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാൻ ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ മസ്അലകൾ ചോദിക്കാം. സഹോദരന്മാർക്കൊക്കെ എന്ത് മസ്അല വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ചോദിക്കാം, അവസരമുണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് അതുവഴി ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും നിങ്ങളൊക്കെ ദുആരക്കുമ്പോൾ പ്രത്യേകിച്ച് എന്നെ ഓർക്കണം. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ വീട്ടിൽ ഇരുന്നൊക്കെ നല്ലതുപോലെ ദുആരക്കുന്നവരായിരിക്കും. അവരൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അതുപോലെ എൻ്റെ സഹോദരന്മാർ, ചെറുപ്പക്കാർ, ഉപ്പമാർ അവരൊക്കെ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കണം. കുടുംബത്തിൽ ആരും വഴക്കോ വയ്യാവേലിയോ ഒന്നുമില്ലാതെ പരസ്പര സന്തോഷത്തോടെ ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, ഉമ്മ, വാപ്പ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഐക്യത്തോടെ എല്ലാവരും ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.